ഒരു തവണ ഈ ഒരു രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ ഡിഷിൻ്റെ കൂടെയും പോകുന്നതിന് പ്രത്യേക ഒരു റീസൺ ഉണ്ട്. കാരണം ഇതിൻ്റെ മസാല തന്നെയാണ് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് പോലെ അല്ല, ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെമ്മീനിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി തേച്ച് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കാം കേട്ടോ. കുറച്ചുകൂടി ഫ്ലേവർ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കട്ടോ. നമ്മൾ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കില്ലേ അതുപോലെ. പിന്നെ എണ്ണ ചൂടാകുമ്പോൾ ഓരോ ചെമ്മീനും ഇട്ട് അത് ഫ്രൈ ആക്കി എടുക്കട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ആ പാത്രത്തിൽ നിന്ന് കോരി മാറ്റി അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് ഒരു 2-3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്താലും നല്ലപോലെ വാടി കിട്ടും. പിന്നെ അതിലേക്ക് ചതച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകാണ് ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് യൂസ് ചെയ്യാത്തതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചതച്ചാൽ ഫ്ലേവറിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സവാള വാടുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ലതായിരിക്കും, ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, ഒത്തിരി ഒഴിക്കാൻ പാടില്ല, ജസ്റ്റ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തളിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് മൂടി തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാലയും ചെമ്മീനും എല്ലാം മിക്സ് ആവുന്ന പോലെ വീണ്ടും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, വേറൊന്നുമല്ല നമ്മുടെ തേങ്ങ, ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിനെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആക്കുന്നത് ഈ ഒരു തേങ്ങയാണ് കേട്ടോ. തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടാണ്. പിന്നെ കരിവേപ്പില ഉണ്ടെങ്കിൽ നല്ലപോലെ ഇട്ട് കൊടുക്കണം, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. പൊതുവേ നമ്മൾ ചെമ്മീൻ റോസ്റ്റിൽ നമ്മൾ തേങ്ങ യൂസ് ചെയ്യാറില്ല അല്ലേ, പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.